എനിക്കറിയാമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെ എവിടെ വെച്ചെന്നുള്ളൊരു ഐഡിയ എനിക്കില്ലായിരുന്നു. പക്ഷേ ഒരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് സുമേഷ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണെന്നുള്ളത്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ ആയിരിക്കും എന്തെങ്കിലും ഒന്ന്. കാരണം ഓൾറെഡി നമ്മൾ ബർത്ത്ഡേ ആകുമ്പോൾ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യും, ഐ മീൻസ് ഫുഡ് ഉണ്ടാക്കുക, കൊടുക്കുക, അവർ വരും. അത് എനിക്ക് അറിയാവുന്ന കാര്യമായിരുന്നു, ആരൊക്കെ വിളിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ സുമേഷേട്ടൻ്റെ വീട്ടിൽ ചെല്ലണു എന്നുള്ളത് മാത്രമാണ്. ഡ്യൂട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറി അങ്ങോട്ടേക്ക് പോകും. ആ ഒരു മൈൻഡിലാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ റൂമിൽ ലൈറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി ഇവിടെ എന്തോ ഉണ്ടെന്ന്. പിന്നെ എല്ലാവരുടെ കാറും പുറത്ത് തന്നെ. അപ്പോൾ ഈ റൂമിനകത്താണ് എന്തോ നടക്കുന്നതെന്ന് എനിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി. ആ വരുന്ന ഞാനാണ് ഇത്. ഇതെല്ലാം ഊതി അടയ്ക്കണം. വീഡിയോ എടുത്തോ. പൂജാബിംബം ക്യാമറ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മടിയാവാൻ തുടങ്ങി. കാരണം ഞാൻ ഇങ്ങനെ ഒരു ബലൂണും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡ്രസ്സ് മാറി കുറച്ച് വൃത്തിയിൽ വരാമെന്ന് വിചാരിച്ചു. ഞാൻ അന്ന് കേക്ക് Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് പോലെയുള്ള ഫാമിലി, അതായത് ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന് പറയുന്ന ഒരു കുറച്ച് ആൾക്കാരായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തത്. എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരുപാട് സർപ്രൈസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ മീൻസ് ഞാൻ വീട്ടിൽ ബർത്ത്ഡേ എന്ന് ആഘോഷിക്കുന്നത് വീട്ടിലാണ് മിക്കവാറും. അതും ബർത്ത്ഡേ എന്ന് നമ്മൾ പറയില്ല, പിറന്നാൾ, സദ്യ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ മാത്രം. അപ്പം ഞാൻ പുറത്തുനിന്ന് എനിക്കാണെങ്കിലും വേറെ ആൾക്കാരുടെയൊക്കെ ബർത്ത്ഡേ കാണുമ്പോൾ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു അങ്ങനെ. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഈവൻ എനിക്ക് നല്ല കുറച്ച് വിരലുണ്ടാവുന്ന ഫ്രണ്ട്സ് നാട്ടിലുണ്ടെങ്കിൽ പോലും. അപ്പം ഇതിൽ കുറേ പേര് മിസ്സിംഗ് ആണ്. രേഷ്മ, കുര്യൻ, ടെന്നി ചേച്ചി, ഇവർ മൂന്നരും ലാസ്റ്റ് വീഡിയോയിൽ എവിടേക്കോ ഉണ്ട്. എബിന് വരാൻ പറ്റിയില്ല. അതുപോലെ മിലൻ ചേച്ചിയും ക്രിസ്റ്റേഷനും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കുറച്ച് നല്ല ഫ്രണ്ട്സും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയാണ്. അപ്പം ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനങ്ങനെ ഒരുപാട് പേരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് എനിക്ക് പിന്നെ ഒരുപാട് പേര് വന്നാൽ എനിക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അധികം ഒരു എക്സ്ട്രോവേർട്ട് അല്ല ഞാൻ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പേരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടി. ഇവരെയൊക്കെ എന്നും ഞാൻ കാണണം എന്നാൽ പോലും. അങ്ങനെ എനിക്ക് കുറേ ഗിഫ്റ്റ്സ് കിട്ടി. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന അവിടെ എനിക്ക് അവിടുന്ന് 2 ഗ്രീറ്റിംഗ് കാർഡൊക്കെ കിട്ടി, പേപ്പറിൽ എഴുതിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ ആ 2 ഇടാം. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ സുമേഷേട്ടൻ്റെ വീട്ടിൽ ചെന്നു. അവിടെയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കലൊക്കെ. അപ്പം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരും അവരുടേതായ അങ്ങനെയല്ല അവനവൻ്റെ രീതിയിലുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്കിത ചേച്ചി, ഹരി,
പിന്നെ കുറച്ച് സുമേഷനും കുറേ ഇങ്ങനെ സാലഡൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചു. അതുപോലെ ഹരി ചിക്കൻ മുറിക്കാനും അങ്ങനെ നേരാക്കാനൊക്കെ. പിന്നെ അങ്കിത ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തത്. അപ്പം അങ്ങനെ ഓരോരുത്തരും എഫേർട്ട് എടുത്ത് എൻ്റെ ബർത്ത്ഡേ കളർഫുള്ളാക്കി. അതുപോലെ നെയ്ച്ചു വന്നു, പിന്നെ കാത്തിൻ ജോബിന് ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഞാനിതിൽ ഇനി ബാക്കി പേരുള്ള അലീന ചേച്ചിയും അലൻ ചേട്ടനുമാണ്. അലീന ചേച്ചി അലൻ ചേട്ടനും മാത്രമായിരിക്കും എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും ഓൾറെഡി വീഡിയോയിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡാൻസും പാട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടെനി ചേച്ചി എപ്പോഴും ഗെയിംസൊക്കെ ചേച്ചി ഓരോരോ ഗെയിംസ് കണ്ടുപിടിച്ച് നമ്മൾ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കളിച്ച് 2 മണി 3 മണിയൊക്കെ ആയി തിരിച്ച് വീട്ടിലെത്തുമ്പം. അപ്പം ഇപ്പോഴാണ് എനിക്ക് ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് രേഷ്മ, ആ നിൽക്കുന്നതാണ് കുര്യൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ജോബൻ്റെ ബർത്ത്ഡേ വ്ളോഗ്, അതുപോലെ തന്നെ അങ്കിത ചേച്ചിയുടെയും അജുൻ്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയ പോർഷൻ, അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.